വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NHM ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തി. ശമ്പള പരിഷ്കരണത്തിന്റെ അപാകതകൾ പരിഹരിച്ച് അരിയർ ഉടൻ ലഭ്യമാക്കുക, പ്രസവാവധി നൽകുന്നതിലെ സാങ്കേതികത്വം പരിഹരിക്കുക, PF ആനുകൂല്യം മുഴുവൻ ജീവനക്കാർക്കും ലഭ്യമാക്കുക, ദിവസവേതന ജീവനക്കാരെ കരാർ ജീവനക്കാരായി നിയമിക്കുക, സമഗ്രമായ HRM നയം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. CITU ജില്ലാ പ്രസിഡന്റ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. NHM എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വീണ വർഗീസ് അധ്യക്ഷത വഹിച്ചു. KGOA ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C. സിലീഷ്, പ്രസിഡന്റ് L. മായ, CITU ആലപ്പുഴ നോർത്ത് ഏരിയ സെക്രട്ടറി KJ പ്രവീൺ, 108 ആംബുലൻസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജീസ് എന്നിവർ സംസാരിച്ചു. അതെല്ലാം നടപ്പാക്കാൻ ഉത്തരവാദിത്വമുള്ളത് സ്റ്റേറ്റ് മിഷനാണ്. ഇവിടെ നിങ്ങൾ ഡിമാൻഡ് ഓരോ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ചർച്ച ചെയ്ത് നിശ്ചയിച്ച കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ മന്ത്രിതല ചർച്ചയുടെ ഭാഗമായി നിശ്ചയിച്ച കാര്യങ്ങൾ, തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കാൻ ചുമതലപ്പെട്ട ആളുകൾ അത് വേണ്ടത്ര ഭംഗിയായി ഒരു സർക്കാരിന്റെ കൂടി താല്പര്യത്തെ മുൻനിർത്തിയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതാണ് ഈ സമരത്തിന്റെ ആധാരം. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു സൂചന പണിമുടക്ക് സമരത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി ഫെഡറേഷൻ ഈ തരത്തിലേക്ക് ഇന്ന് നിശ്ചയമായിട്ടും വന്നിട്ടുള്ളത്. ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ ജോലി ഭാരത്തെക്കുറിച്ചോ പ്രയാസങ്ങളോ ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പൊതുവെ ഞങ്ങളെല്ലാം പുറമേ നിന്ന് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ആ ജോലി ഭാരത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ അധ്വാനം ചെലവഴിക്കുന്ന അനുസരിച്ച് അതിൻ്റെ വേതനം നൽകുക എന്ന ഒരു സാമാന്യമായിട്ടുള്ളൊരു മര്യാദയാണ്. അത് പലപ്പോഴും അങ്ങനെ പൂർണ്ണമായി വന്നു ചേർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മുൻപ് ഡിമാൻഡ് വയ്ക്കപ്പെടുകയും ശമ്പള പരിഷ്കരണത്തിലേക്ക് ഈ മേഖലയിലെ ജീവനക്കാരുടെ കാര്യം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടത്. അതെല്ലാം മുൻ ചർച്ചയുടെ ഭാഗമായി നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് തന്നെ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ടൊരു കാര്യം, ചില കാറ്റഗറിയിൽ പ്രത്യേകമായ ഒരു സൗജന്യം കൊടുക്കും പോലെ, അല്ലെങ്കിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള നിലപാടുകൾ ഉദ്യോഗസ്ഥ രംഗത്ത് മുൻപ് വന്നിരുന്നു. മന്ത്രിതല ചർച്ചയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൽ ഒന്നതാണ്.